ഹായ് എവരി വൺ, വെൽക്കം ബാക്ക്. +2 അക്കൗണ്ടൻസിയിലെ തേർഡ് ചാപ്റ്ററിൽ വാല്യൂഷൻ ഓഫ് ഗുഡ് വിൽ എന്ന് പറയുന്ന ഏരിയയാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ ഗുഡ് വിൽ കാൽക്കുലേറ്റ് ചെയ്യാനുള്ള 3 മെത്തേഡ്സ് ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്തു. വി ഹാവ് ഓൾറെഡി ഡിസ്കസ്ഡ് ദി ആവറേജ് പ്രോഫിറ്റ്സ് മെത്തേഡ്, സൂപ്പർ പ്രോഫിറ്റ്സ് മെത്തേഡ്, വെയ്റ്റഡ് ആവറേജ് പ്രോഫിറ്റ്സ് മെത്തേഡ്. ഈ 3 മെത്തേഡും നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി നമ്മുടെ ലാസ്റ്റ് ആൻഡ് ഫോർത്ത് മെത്തേഡാണ് ക്യാപിറ്റലൈസേഷൻ മെത്തേഡ്. അപ്പോൾ ക്യാപിറ്റലൈസേഷൻ മെത്തേഡ് പ്രകാരം എങ്ങനെ ഗുഡ് വിൽ കാൽക്കുലേറ്റ് ചെയ്യാം എന്നതാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ ക്യാപിറ്റലൈസേഷൻ മെത്തേഡ് എന്താണെന്ന് നോക്കാം. ക്യാപിറ്റലൈസേഷൻ എന്ന് പറഞ്ഞാൽ ബിസിനസ് സ്ഥാപനത്തിന് ക്യാപിറ്റൽ സ്ട്രക്ചർ, അതാണ് ക്യാപിറ്റലൈസേഷൻ. അണ്ടർ ദിസ് മെത്തേഡ് ഗുഡ് വിൽ ക്യാൻ ബി കാൽക്കുലേറ്റഡ് ഇൻ 2 ways. അതായത് ക്യാപിറ്റലൈസേഷൻ മെത്തേഡ് പ്രകാരം 2 രീതിയിൽ ഗുഡ് വിൽ കാൽക്കുലേറ്റ് ചെയ്യാം. ഒന്ന് ക്യാപിറ്റലൈസേഷൻ ഓഫ് ആവറേജ് പ്രോഫിറ്റ്, ക്യാപിറ്റലൈസേഷൻ ഓഫ് സൂപ്പർ പ്രോഫിറ്റ്. അതായത് ആവറേജ് പ്രോഫിറ്റിനെ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് അല്ലെങ്കിൽ ക്യാപിറ്റലൈസ് ചെയ്തുകൊണ്ട് എങ്ങനെ ഗുഡ് വിൽ കാൽക്കുലേറ്റ് ചെയ്യാം. ആൻഡ് സെക്കൻഡ് വൺ ക്യാപിറ്റലൈസേഷൻ ഓഫ് സൂപ്പർ പ്രോഫിറ്റ്, സൂപ്പർ പ്രോഫിറ്റിനെ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് എങ്ങനെ ഗുഡ് വിൽ കാൽക്കുലേറ്റ് ചെയ്യാം. അത് ആവറേജ് പ്രോഫിറ്റ് ഓൾറെഡി നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ആവറേജ് പ്രോഫിറ്റ് കാണാനുള്ള ഇക്വേഷൻ എന്തായിരുന്നു? ടോട്ടൽ പ്രോഫിറ്റ് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഇയേഴ്സ്. പിന്നെയോ സൂപ്പർ പ്രോഫിറ്റ് കാണാനുള്ള ഇക്വേഷനോ ആവറേജ് പ്രോഫിറ്റ് മൈനസ് നോർമൽ പ്രോഫിറ്റ്. നോർമൽ പ്രോഫിറ്റ് കാണാനുള്ള ഇക്വേഷൻ ക്യാപിറ്റൽ എംപ്ലോയിഡ് ഇൻറ്റു നോർമൽ റേറ്റ് ഡിവൈഡഡ് ബൈ 100. ഇതൊക്കെ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് ഇവിടെ അത് ചെയ്യാൻ വളരെ എളുപ്പമാണ്. അപ്പോൾ ഫസ്റ്റ്ലി ലെറ്റ് us ഡിസ്കസ് ദ ക്യാപിറ്റലൈസേഷൻ ഓഫ് ആവറേജ് പ്രോഫിറ്റ്. ആവറേജ് പ്രോഫിറ്റിന് ക്യാപിറ്റലൈസ് ചെയ്ത ഗുഡ് വിൽ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം എന്നുള്ളത് ഫസ്റ്റ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. In this method, the value of goodwill is ascertained by deducting the value of net assets from the total value of business or from capitalized value. അതായത് ഒരു ബിസിനസ്സിൻ്റെ ടോട്ടൽ വാല്യൂ, അതിന് തന്നെയാണ് നമ്മൾ ക്യാപിറ്റലൈസ്ഡ് വാല്യൂ എന്ന് പറയുന്നത്. ആ ടോട്ടൽ വാല്യൂവിൽ നിന്നും നെറ്റ് അസറ്റ്സ് ലെസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ആവറേജ് പ്രോഫിറ്റിൻ്റെ ക്യാപിറ്റലൈസേഷൻ മെത്തേഡ് പ്രകാരം ഗുഡ് വിൽ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഗുഡ് വിൽ കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻ എന്തായിരിക്കും? അപ്പോൾ ക്യാപിറ്റലൈസ്ഡ് വാല്യൂവിൽ നിന്ന് അല്ലെങ്കിൽ ബിസിനസ്സിൻ്റെ ടോട്ടൽ വാല്യൂവിൽ നിന്ന് ഏതാണ് ലെസ് ചെയ്യുന്നത്? നെറ്റ് അസറ്റ്സ്. നെറ്റ് അസറ്റ്സ് എന്ന് പറഞ്ഞാൽ ടോട്ടൽ അസറ്റിൽ നിന്നും ലാബിലിറ്റീസ് മൈനസ് ചെയ്ത് കിട്ടുന്നതാണ് ഇത് നെറ്റ് അസറ്റ്സ്. അപ്പോൾ ഇക്വേഷൻ എങ്ങനെ കൊടുക്കാം നമുക്ക് ഗുഡ് വിൽ കാണാൻ? ഗുഡ് വിൽ ഈസ് ഈക്വൽ ടു ക്യാപിറ്റലൈസ്ഡ് വാല്യൂ മൈനസ് നെറ്റ് അസറ്റ്സ്. അപ്പോൾ നമുക്ക് ക്യാപിറ്റലൈസ്ഡ് വാല്യൂ കാണാനുള്ള ഇക്വേഷൻ വേണ്ടേ? ക്യാപിറ്റലൈസ്ഡ് വാല്യൂ കാണാനുള്ള ഇക്വേഷനാണ് capitalized value or total value of business is equal to average profit into 100 divided by normal rate of return. അങ്ങനെയാണ് ആവറേജ് പ്രോഫിറ്റ് ഇൻറ്റു 100 ഡിവൈഡ് ബൈ നോർമൽ റേറ്റ് ഓഫ് റിട്ടേൺ. കാരണം ആവറേജ് പ്രോഫിറ്റിനാണ് ക്യാപിറ്റലൈസ് ചെയ്യുന്നത്. ഇനി നെറ്റ് അസറ്റ്സ് കാണാനുള്ള ഇക്വേഷനോ നെറ്റ് അസറ്റ്സ് ഇസ് ഈക്വൽ ടു ടോട്ടൽ അസറ്റ്സ് മൈനസ് ലാബിലിറ്റീസ്. അപ്പോൾ ഇക്വേഷനായി ഗുഡ് വിൽ കാണാവുന്നതേ ഉള്ളൂ. അപ്പോൾ നമുക്കൊരു ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. ക്വസ്റ്റ്യൻ ഇതാണ്: എ ബിസിനസ് ഹാസ് ഏൺഡ് ആവറേജ് പ്രോഫിറ്റ്സ് ഓഫ് ₹80,000 ഡ്യൂറിംഗ് ദ ലാസ്റ്റ് ഫ്യൂ ഇയേഴ്സ് ആൻഡ് ദ നോർമൽ റേറ്റ് ഓഫ് റിട്ടേൺ ഇൻ ദ സിമിലർ ടൈപ്പ് ഓഫ് ബിസിനസ് ഈസ് 10%. ഒരു ബിസിനസ് സ്ഥാപനം ഏൺ ചെയ്ത ആവറേജ് പ്രോഫിറ്റ്, കുറച്ച് വർഷങ്ങളായിട്ട് ഏൺ ചെയ്ത ആവറേജ് പ്രോഫിറ്റ് 80,000 രൂപയാണ്. അവിടെ നോർമൽ റേറ്റ് ഓഫ് റിട്ടേൺ 10% ആണ്. ഫൈൻഡ് ഔട്ട് ദി വാല്യൂ ഓഫ് ഗുഡ് വിൽ ബൈ ക്യാപിറ്റലൈസേഷൻ മെത്തേഡ്. ക്യാപിറ്റലൈസേഷൻ മെത്തേഡ് പ്രകാരം ഗുഡ് വില്ലിൻ്റെ വാല്യൂ കാണാനാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ക്യാപിറ്റലൈസേഷൻ മെത്തേഡ് പ്രകാരം ഗുഡ് വിൽ കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ 2 രീതി നമ്മുടെ മനസ്സിൽ വരണം. ഒന്ന് ക്യാപിറ്റലൈസേഷൻ ഓഫ് ആവറേജ് പ്രോഫിറ്റും അനദർ വൺ ക്യാപിറ്റലൈസേഷൻ ഓഫ് സൂപ്പർ പ്രോഫിറ്റ്. അപ്പോൾ നമ്മളിവിടെ ഏത് വെച്ചാൽ ചെയ്യാം? ക്വസ്റ്റ്യൻ നമുക്ക് തരുന്നത് ആവറേജ് പ്രോഫിറ്റ് ആണ്. അപ്പോൾ നമ്മൾ ഏത് മെത്തേഡ് ഫോളോ ചെയ്യണം? ക്യാപിറ്റലൈസേഷൻ ഓഫ് ആവറേജ് പ്രോഫിറ്റ്. ഇനി എന്താ പറയുന്നത്? ഗിവൺ ദാറ്റ് ദി അസറ്റ്സ് ഓഫ് ദി ഫേം എമൗണ്ട് ടു ₹7,50,000. ഫേമിൻ്റെ ടോട്ടൽ അസറ്റ് എത്രയാണ്? 7,50,000 രൂപ. ആൻഡ് ലാബിലിറ്റീസ് ₹1,00,000. ലാബിലിറ്റീസ് എത്രയാണ്? 1,00,000 രൂപ. ഇനി നമ്മൾ എന്ത് ചെയ്യണം? ഇൻഫോർമേഷൻസ് ഒക്കെ ഇതിലുണ്ട്. അതായത് ആവറേജ് പ്രോഫിറ്റ് തന്നിട്ടുണ്ട്, നോർമൽ റേറ്റ് തന്നിട്ടുണ്ട്, ഏത് മെത്തേഡാണെന്ന് പറഞ്ഞു, ടോട്ടൽ അസറ്റ്സ് തന്നിട്ടുണ്ട്, ലാബിലിറ്റീസ് തന്നിട്ടുണ്ട്. ഇത് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഗുഡ് വിൽ കാണാം. ഗുഡ് വിൽ കാണാനുള്ള ഇക്വേഷനാണ് ഗുഡ് വിൽ ഈസ് ഈക്വൽ ടു എന്തായിരുന്നു? ക്യാപിറ്റലൈസ്ഡ് വാല്യൂ മൈനസ് നെറ്റ് അസറ്റ്സ്.
അപ്പോൾ ക്യാപിറ്റലൈസ്ഡ് വാല്യൂ ഇത്ര എന്ന് പറഞ്ഞ് തന്നിട്ടുണ്ടോ? ഇല്ല. അപ്പോൾ ക്യാപിറ്റലൈസ്ഡ് വാല്യൂ കാണണം. ക്യാപിറ്റലൈസ്ഡ് വാല്യൂ കാണാനുള്ള ഇക്വേഷൻ എന്താണ്? ആവറേജ് പ്രോഫിറ്റ് ഇൻറ്റു 100 ഡിവൈഡഡ് ബൈ നോർമൽ റേറ്റ് ഓഫ് റിട്ടേൺ. നോർമൽ റേറ്റ് ഓഫ് റിട്ടേൺ നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് അല്ലേ? അപ്പോൾ എത്രയാണ് നോർമൽ റേറ്റ് ഓഫ് റിട്ടേൺ? 10%. അപ്പോൾ അത് വെച്ചിട്ട് എന്ത് ചെയ്യാം? ക്യാപിറ്റലൈസ്ഡ് വാല്യൂ കാണാം. അപ്പോൾ ക്യാപിറ്റലൈസ്ഡ് വാല്യൂ ഇസ് ഈക്വൽ ടു ആവറേജ് പ്രോഫിറ്റ് 80,000 ഇൻറ്റു എത്രയാണ്? 100 ഡിവൈഡഡ് ബൈ നോർമൽ റേറ്റ് എത്രയാണ്? 10 ഇസ് ഈക്വൽ ടു എത്രയാണെന്ന് കിട്ടും? 8 lakh. അപ്പോൾ ക്യാപിറ്റലൈസ്ഡ് വാല്യൂ 8 lakh. അപ്പോൾ ഇനി എന്ത് ചെയ്യണം? നെറ്റ് അസറ്റ്സ് കാണണം. നെറ്റ് അസറ്റ്സ് കാണാനുള്ള ഇക്വേഷൻ എന്താണ്? ടോട്ടൽ അസറ്റ്സ് മൈനസ് ലാബിലിറ്റീസ് അല്ലേ? അപ്പോൾ ടോട്ടൽ അസറ്റ്സ് വന്നിട്ടുണ്ട് 7,50,000 മൈനസ് ലാബിലിറ്റീസ് എത്രയാണ്? 1 lakh. അപ്പോൾ എത്രയാണെന്ന് കിട്ടും? 6,50,000. 7,50,000 1 ലക്ഷം മൈനസ് ചെയ്ത് 6,50,000. അപ്പോൾ നെറ്റ് അസറ്റ്സും കിട്ടി, ക്യാപിറ്റലൈസ്ഡ് വാല്യൂ കിട്ടി. ഇനി എന്ത് ചെയ്യാം? ഗുഡ്വിൽ കാണാം. ദെർഫോർ ഗുഡ്വിൽ ഈസ് ഈക്വൽ ടു ക്യാപിറ്റലൈസ്ഡ് വാല്യൂ എത്രയാണ്? 8 lakh മൈനസ് നെറ്റ് അസറ്റ്സോ 6,50,000. അപ്പോൾ എത്രയാണെന്ന് കിട്ടും? 1,50,000. ഓക്കെ. ഇനി ഇതിൻ്റെ മറ്റൊരു ക്വസ്റ്റ്യൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം, നിങ്ങൾ അവിടെ നിന്ന് നോക്കിയിട്ട് ചെയ്ത് നോക്കാം. ഓക്കെ. അപ്പോൾ ഇനി നമുക്ക് അടുത്ത സൂപ്പർ പ്രോഫിറ്റ്സിനെ ക്യാപിറ്റലൈസ് ചെയ്തുകൊണ്ട് എങ്ങനെ ചെയ്യാം, അതിനുള്ള ഇക്വേഷൻ എന്താണെന്നുള്ളത് നോക്കാം. ക്യാപിറ്റലൈസേഷൻ ഓഫ് സൂപ്പർ പ്രോഫിറ്റ്സ്, അത് പ്രകാരം ഗുഡ്വിൽ കാണാനുള്ള ഇക്വേഷനാണ് ഗുഡ്വിൽ ഈസ് ഈക്വൽ ടു സൂപ്പർ പ്രോഫിറ്റ് ഇൻറ്റു 100 ഡിവൈഡഡ് ബൈ നോർമൽ റേറ്റ് ഓഫ് റിട്ടേൺ. ഇത്രയേ ഉള്ളൂ. സൂപ്പർ പ്രോഫിറ്റ്സിനെ ക്യാപിറ്റലൈസ് ചെയ്തുകൊണ്ട് ഗുഡ്വിൽ കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷനാണ് സൂപ്പർ പ്രോഫിറ്റ് ഇൻറ്റു 100 ഡിവൈഡഡ് ബൈ നോർമൽ റേറ്റ് ഓഫ് റിട്ടേൺ. സൂപ്പർ പ്രോഫിറ്റ് കാണാനുള്ള ഇക്വേഷൻ നമുക്ക് അറിയാവുന്നതാണ്. അപ്പോൾ ഇനി വീണ്ടും അതിവിടെ എഴുതേണ്ട കാര്യമില്ല. അപ്പോൾ അതിൽ നമുക്കൊരു ക്വസ്റ്റ്യൻ നോക്കാം. ഫോളോയിങ് റിലേറ്റിംഗ് ടു ദി പ്രോഫിറ്റ് ഏൺഡ് ബൈ എ ഫേം ഫോർ ദി ലാസ്റ്റ് 4 years. അവസാനത്തെ 4 വർഷത്തെ പ്രോഫിറ്റാണ് തരുന്നത്. ഇയർ 2012, 13, 14, 15. പ്രോഫിറ്റ് 15,000, 25,000, 65,000, 75,000. അപ്പോൾ ഈ 4 വർഷത്തെ പ്രോഫിറ്റും തന്നിട്ടുണ്ട്. ദി ടോട്ടൽ അസറ്റ്സ് ഓഫ് ദി ഫേം ആർ ₹6,40,000. ആ ഫേമിൻ്റെ ടോട്ടൽ അസറ്റ് 6,40,000 രൂപ. ആൻഡ് ഔട്ട്സൈഡ് ലാബിലിറ്റീസ് ₹1,40,000. ലാബിലിറ്റീസ് എത്രയാണ്? 1,40,000. നോർമൽ റേറ്റ് ഓഫ് റിട്ടേൺ ഈസ് 6%. നോർമൽ റേറ്റ് ഓഫ് റിട്ടേൺ 6%. കാൽക്കുലേറ്റ് ഗുഡ്വിൽ ഓഫ് ദി ഫേം അണ്ടർ ക്യാപിറ്റലൈസേഷൻ ഓഫ് സൂപ്പർ പ്രോഫിറ്റ് മെത്തേഡ്. അപ്പോൾ സൂപ്പർ പ്രോഫിറ്റിന് ക്യാപിറ്റലൈസ് ചെയ്ത് കൊണ്ട് ഗുഡ്വിൽ കാൽക്കുലേറ്റ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ഫസ്റ്റിന് നമ്മൾ ഇങ്ങനത്തെ ക്വസ്റ്റിനൊക്കെ കിട്ടുമ്പോൾ ഏതൊരു ക്വസ്റ്റിനാണ് ഇക്വേഷൻ ഉള്ളതാണെങ്കിലും ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണ്? ഇക്വേഷൻ എടുത്തെഴുതുക എന്നുള്ളതാണ്. അപ്പോൾ ക്യാപിറ്റലൈസേഷൻ ഓഫ് സൂപ്പർ പ്രോഫിറ്റ്സ് മെത്തേഡ് പ്രകാരം ഗുഡ്വിൽ കാണാനുള്ള ഇക്വേഷനാണ് എന്ത്? സൂപ്പർ പ്രോഫിറ്റ് ഇൻറ്റു 100 ഡിവൈഡഡ് ബൈ നോർമൽ റേറ്റ് ഓഫ് റിട്ടേൺ. അപ്പോൾ അതിലിനി എന്ത് ചെയ്യണം? സൂപ്പർ പ്രോഫിറ്റ് കാണണം. അപ്പോൾ സൂപ്പർ പ്രോഫിറ്റ് കാണാനുള്ള ഇക്വേഷൻ എന്താണ്? ആവറേജ് പ്രോഫിറ്റ് മൈനസ് നോർമൽ പ്രോഫിറ്റ്. അപ്പോൾ ആവറേജ് പ്രോഫിറ്റ് എന്ന ക്വസ്റ്റ്യനിൽ ഡയറക്റ്റ് തന്നിട്ടുണ്ടോ? ഇല്ല. അപ്പോൾ അടുത്ത കാണേണ്ട എന്താണ്? ആവറേജ് പ്രോഫിറ്റ് കാണാം. അപ്പോൾ ആവറേജ് പ്രോഫിറ്റ് എങ്ങനെ കാണാം? ടോട്ടൽ പ്രോഫിറ്റ്സ് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഇയേഴ്സ് ആണ്. ഇവിടെ ടോട്ടൽ പ്രോഫിറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2012 15,000 പ്ലസ് 2013 25,000 പ്ലസ് 2014 65,000 പ്ലസ് 2015 75,000 ഡിവൈഡഡ് ബൈ എത്ര ഇയർ ഉണ്ട്? 4. ഇസിക്കൽട്ട് എത്രയെന്ന് കിട്ടും? 45,000. അപ്പോൾ സൂപ്പർ പ്രോഫിറ്റ് കാണാനുള്ള ആവറേജ് പ്രോഫിറ്റായി. ഇനി നമുക്ക് എന്ത് വേണം? നോർമൽ പ്രോഫിറ്റ് കാണണം. നോർമൽ പ്രോഫിറ്റ് കാണാനുള്ള ഇക്വേഷൻ എന്തായിരുന്നു? ക്യാപിറ്റൽ എംപ്ലോയിഡ് ഇൻറ്റു നോർമൽ റേറ്റ് ഡിവൈഡ് ബൈ 100. അപ്പോൾ ക്വസ്റ്റ്യനിൽ ക്യാപിറ്റൽ എംപ്ലോയിഡ് എന്ന് ഡയറക്റ്റ് തന്നിട്ടുണ്ടോ? ഇല്ല. പക്ഷേ അസറ്റ്സും ലാബിലിറ്റീസും ഉണ്ട്. അസറ്റ്സിൽ നിന്നും ലാബിലിറ്റീസ് മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ എത്ര ക്യാപിറ്റൽ എംപ്ലോയ് ചെയ്തു എന്നുള്ളത് നമുക്ക് അവിടെ കിട്ടും. അപ്പോൾ ക്യാപിറ്റൽ എംപ്ലോയിഡ് ഈസ് ഈക്വൽ ടു ടോട്ടൽ അസറ്റ്സ് മൈനസ് ലാബിലിറ്റീസ്. അപ്പോൾ എത്രയാണ് ടോട്ടൽ അസറ്റ്സ്? ടോട്ടൽ അസറ്റ്സ് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട് 6,40,000 മൈനസ് ലാബിലിറ്റീസ് 1,40,000 ഈസ് ഈക്വൽ ടു എത്രയെന്ന് കിട്ടും? 5 lakh. അപ്പോൾ ക്യാപിറ്റൽ എംപ്ലോയിഡ് കിട്ടി. ഇനി എന്ത് ചെയ്യാം? നോർമൽ പ്രോഫിറ്റ് കാണാം. അപ്പോൾ നോർമൽ പ്രോഫിറ്റ് ഈസ് ഈക്വൽ ടു ക്യാപിറ്റൽ എംപ്ലോയിഡ് എത്രയാണ്? 5 lakh ഇൻറ്റു റേറ്റ് 6 ഡിവൈഡഡ് ബൈ 100 ഈസ് ഈക്വൽ ടു എത്ര കിട്ടും? 5 ലക്ഷം ഇൻറ്റു 6/100 എത്രയാണ്? 30,000. അപ്പോൾ നോർമൽ പ്രോഫിറ്റും കിട്ടി, ആവറേജ് പ്രോഫിറ്റും കിട്ടി. അപ്പോൾ എന്ത് ചെയ്യാം? സൂപ്പർ പ്രോഫിറ്റ് കാണാം. സൂപ്പർ പ്രോഫിറ്റ് ഈസ് ഈക്വൽ ടു ആവറേജ് പ്രോഫിറ്റ് 45,000 മൈനസ് നോർമൽ പ്രോഫിറ്റ് 30,000 ഈസ് ഈക്വൽ ടു എത്രയാ? 15,000. സൂപ്പർ പ്രോഫിറ്റും കിട്ടി. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഗുഡ്വിൽ കാണാം. എല്ലാ ഇൻഫോർമേഷനും ആയല്ലേ?
അപ്പോൾ ഗുഡ് വിൽ ഈസ് ഈക്വൽ ടു എന്തായിരുന്നു ഇക്വേഷൻ? സൂപ്പർ പ്രോഫിറ്റ് ഇൻറ്റു 100 ഡിവൈഡഡ് ബൈ നോർമൽ റേറ്റ് ഓഫ് റിട്ടേൺ. ഇപ്പോൾ സൂപ്പർ പ്രോഫിറ്റ് എത്രയാണ്? 15,000. 15,000 ഇൻറ്റു 100 ഡിവൈഡഡ് ബൈ നോർമൽ റേറ്റ് എത്രയാണ്? 6 ഇസ് ഈക്വൽ ടു എത്രയാണെന്ന് കിട്ടും? 2,50,000. അപ്പോൾ ഇതുപോലെയാണ് ചെയ്യുക. ഇനി ഇതുപോലെ ചെയ്യാനുള്ള മറ്റൊരു ക്വസ്റ്റ്യൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലിടാം. നിങ്ങൾ അവിടെ നോക്കിയിട്ട് ക്വസ്റ്റ്യൻ നോക്കി ചെയ്തു നോക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയും ഭാഗങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് പ്രതീക്ഷിക്കുകയാണ്. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാവുന്നേ ഉള്ളൂ. തീർച്ചയായിട്ടും ക്ലിയർ ചെയ്ത് തരും. നിങ്ങൾ ഈ ക്ലാസ് സ്കിപ്പ് ചെയ്യാതെ നന്നായിട്ട് ശ്രദ്ധിച്ച് കേൾക്കുക. എന്നിട്ട് നിങ്ങൾക്ക് അത് യൂസ്ഫുൾ ആയെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, അതുപോലെ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ മറ്റൊരു കാര്യം, നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ബെല്ലൈക്കൺ കൂടെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ തന്നെ ഓൾ എന്ന ഓപ്ഷൻ നിങ്ങൾ എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ യഥാസമയം ലഭിക്കുന്നതായിരിക്കും. ഇനി നമുക്ക് അടുത്ത ക്ലാസ്സിൽ നമ്മൾ ഗുഡ് വിൽ എന്താണെന്നൊക്കെ പഠിച്ചു. ഇനി ട്രീറ്റ്മെൻറ്റ് ഓഫ് ഗുഡ് വില്ലിനെ എങ്ങനെ ട്രീറ്റ് ചെയ്യാം എന്നുള്ളതാണ് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ പഠിക്കാനുള്ളത്. അപ്പോൾ നമുക്ക് ഇനി അടുത്ത ക്ലാസ്സിൽ കാണാം. ഓക്കെ, താങ്ക്